HDFC ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് HDFC ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ലോഗിൻ ചെയ്യുന്നതിനുള്ള പാസ്വേഡ് മറന്നുപോയാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത്. നേരെ വീഡിയോ കാണാം. HDFC മൊബൈൽ ബാങ്കിങ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് ഇൻ്റർഫേസ് കാണുന്നത്. ഇവിടെ നമ്മുടെ കസ്റ്റമർ ഐ ഡിയും പാസ്വേഡും നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ഇത്തരത്തിലാണ് നമ്മൾ സാധാരണ HDFC മൊബൈൽ ബാങ്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നത്. നമ്മൾ ഇത്തരത്തിൽ യൂസർ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഫർഗറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കസ്റ്റമർ ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ HDFC ബാങ്കിൻ്റെ പാസ്ബുക്കിൽ നമ്മുടെ കസ്റ്റമർ ഐ ഡി കാണും, അല്ലെങ്കിൽ CIF നമ്പർ എന്ന് പറഞ്ഞായിരിക്കും ഉണ്ടാവുന്നത്. സാധാരണ കസ്റ്റമർ ഐ ഡി എന്ന് പറഞ്ഞ് തന്നെ ഉണ്ടാവും. ആ കസ്റ്റമർ ഐ ഡി നമ്മളവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ വെരിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കാണാം. SMS ആൻഡ് ഇമെയിൽ, SMS ആൻഡ് ഡെബിറ്റ് കാർഡ്. നമുക്കിവിടെ SMS ആൻഡ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തൊട്ട് മുകളിലുള്ള ആ ക്യാപ്ച കോഡ് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒരു OTP വരും. ആ OTP നമ്മൾ റീഎൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നമുക്ക് ആദ്യത്തെ ഓപ്ഷനായ SMS ആൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാനിവിടെ കാണിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. SMS ആൻഡ് ഇമെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാപ്ച കോഡ് അവിടെയുള്ള ആ ക്യാപ്ച നമ്മൾ അതേപോലെ അവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ SMS വഴിയാണ് ചെയ്യുന്നത്. SMS ആൻഡ് ഇമെയിൽ അത് സെലക്ട് ചെയ്തിട്ട് ക്യാപ്ച കോഡ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് HDFC ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്കായിരിക്കും ഒരു വൺ ടൈം പാസ്വേഡ് വരുന്നത്. അതുപോലെ നമ്മൾ HDFC ബാങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഇമെയിലിലേക്കും ഒരു OTP വരുന്നതാണ്. ഇത്തരത്തിൽ രണ്ട് OTP വരും. അതിൽ ആദ്യം എൻ്റർ OTP എന്നെടുത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഒരു മെസ്സേജ്. ആ മൊബൈലിൽ വന്നിട്ടുള്ള മെസ്സേജിനെ എടുത്ത് അതിലൊരു 3 അക്ക പാസ്വേഡ് ആയിരിക്കും വരുന്നത്. അതിനെ കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം കാണുന്ന OTPയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ OTP എന്ന് പറയുന്നത് നമ്മുടെ ഇമെയിലാണ്. നമ്മുടെ ഇമെയിലിൽ HDFC ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇമെയിലിൽ ഇതുപോലെ ഒരു പാസ്വേഡ് വന്നിട്ടുണ്ടാവും. നമുക്ക് മെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് നമ്മുടെ മെയിലൊന്ന് നോക്കുക. മെയിൽ അങ്ങനെ ഒരു പാസ്വേഡ് അപ്പോൾ തന്നെ വന്നിട്ടുണ്ടാകും. ചിലർക്ക് അത് കണ്ടിട്ടില്ല എങ്കിൽ സ്പാം മെസ്സേജിലായിരിക്കും ചിലപ്പോൾ വരുന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്ന് പറയുന്നതിലും വരും. നമ്മളെല്ലാ മെസ്സേജ് ഇമെയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ വന്നിട്ടുണ്ടാവും. അതിൽ നിന്നും നമ്മൾ ആ OTP എടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ലോഡിങ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിനുശേഷം നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ ന്യൂ പാസ്വേഡ്, കൺഫേം പാസ്വേഡ്. നമ്മുടെ പുതിയ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് 120 ദിവസം മാത്രമായിരിക്കും ഇതിന് വാലിഡിറ്റി ഉള്ളത്. അത് കഴിഞ്ഞ് മാറ്റേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ന്യൂ പാസ്വേഡ് എന്നുള്ളിടത്ത് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മിനിമം 8 അക്കങ്ങൾക്ക് മുകളിൽ ഉണ്ടായിരിക്കണം. അതിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും അക്കങ്ങളും ചിഹ്നവും ഉണ്ടായിരുന്നാൽ ഏറ്റവും നല്ലത്. ഇത്തരത്തിൽ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് തൊട്ട് താഴെ കൺഫേം പാസ്വേഡ് എന്ന് പറയുന്നിടത്തും അതുപോലെ നമ്മൾ നോക്കി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രണ്ടും ഒരേപോലെ ആയിരിക്കണം. കൺഫേമും ന്യൂ പാസ്വേഡും സെയിം ആയിരിക്കണം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ കാണാം പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് പുതിയ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.